ഹായ് നമസ്കാരം, ഫാസിലാണ്. നമ്മളെ വീട്ടിൽ കൃഷി ചെയ്യുന്ന ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ ക്ഷമ വേണം കേട്ടോ. അപ്പോൾ ക്ഷമ ഇല്ലാതെ നമ്മൾ കൃഷി ചെയ്താൽ എന്താ വെച്ചാൽ ചെടികൾ നശിച്ചു പോകാനേ ചാൻസ് കൂടുതലുണ്ട്. ഞാനിങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ പലരും ചെയ്യുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ആ ഡെഫിഷ്യൻസി എന്താണെന്നുള്ള മനസ്സിലാക്കാതെ കൈമിലുള്ള വളങ്ങൾ ഫുള്ളെടുത്ത് കൊണ്ട് സ്പ്രേ ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ രാവിലെ കൊടുക്കുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ അവർക്ക് സമയമില്ല വൈകുന്നേരം കൊടുക്കല്ല, വൈകുന്നേരം കൊടുക്കുന്ന വെച്ചാൽ അവർക്ക് സമയമില്ല രാവിലെ കൊടുക്കുക. ചെടി വാങ്ങി കൊണ്ടുവന്നാൽ കാലാവസ്ഥ നോക്കുന്നില്ല, എന്താണ് മണ്ണിൽ വളങ്ങളുണ്ടോയെന്ന് നോക്കുന്നില്ല, മണ്ണ് ട്രീറ്റ് ചെയ്യണമെന്ന് നോക്കുന്നില്ല. ചെടി വാങ്ങിക്കൊണ്ടൊരു ബാഗ് അങ്ങോട്ട് വെച്ച് നട്ടുക, പ്രൂവൻ ചെയ്യണം. ചെടി ഒന്നും മുരടിച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ നോക്കാതെ പ്രൂവൻ ചെയ്യുക. ഇങ്ങനെയൊക്കെ പലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തിനും ക്ഷമ വേണം. കാരണം അതെന്താണെന്നുള്ള മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് നശിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ പരിഹരിച്ചിട്ടില്ലെങ്കിലും ചെടി നശിച്ചു പോകുന്നില്ല. നമ്മൾ ഒഴിവിനനുസരിച്ചിട്ട് അത് പരിഹരിച്ച് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ എൻ്റെതൊക്കെ എന്ന് പറഞ്ഞാൽ 2 മാസമായി ഞാനിത് കാര്യമായിട്ട് പരിചരിച്ചിട്ട്. എൻ്റെ പല ചെടികളിലെ ലീഫിലും നിങ്ങൾക്ക് അതിൻ്റെ ഡെഫിഷ്യൻസി കാണാം. ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ പലരും വിചാരിക്കും ഇപ്പം എല്ലാവർക്കും ക്ലാസ് എടുത്തിട്ട് എൻ്റെ കൃഷി ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷെ എന്താ വെച്ചാൽ അത് 2 മാസം കഴിഞ്ഞാലും എനിക്കത് റെഡിയാക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടത് കേട്ടോ. കാരണം ഇപ്പോൾ എന്തെങ്കിലും ചെടി ഒരു മുരടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉടനെ പോയിട്ട് പ്രൂൺ ചെയ്യാതിരിക്കുക. കാരണം കാലാവസ്ഥ നോക്കുക, ചൂട് നോക്കുക, ഇപ്പോൾ പ്രൂൺ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇലകളിൽ ഇപ്പോൾ എന്ത് കളർ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവാന്ന് തോന്നുന്നു, കാൽസ്യം കൊടുത്താൽ അതൊരു ആഴ്ചയെങ്കിലും നമ്മൾ കാത്തിക്കുക. കാരണം കളർ ചേഞ്ച് വന്ന ഇല ഒരിക്കലും വീണ്ടും കളർ മാറി വരില്ല. പുതിയ തളിരയിലയിൽ വരുന്നുണ്ടോ എന്നുള്ള കാത്തിക്കുക. അത് കാത്തിക്കാതെ വീണ്ടും അതിൻ്റെ മേലെ ഓരോരോ വളങ്ങൾ കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ആ ചെടി നശിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ.